ഇൻഷാ അല്ലാഹ് മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കാനിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വാലമുണ്ട് ഉസ്താദിൻ്റെ പ്രസംഗം ഇൻഷാ അല്ലാഹ് പേരുടെ ഉസ്താദ് വരുന്നത് വരെ നീണ്ടു നിൽക്കും. അതിന് മുമ്പായിക്കൊണ്ട് നമുക്ക് 36 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മഹത്തായ സുന്നി സംഘടനക്ക് നേതൃത്വം നൽകി ഇവിടെ നമുക്കൊക്കെ SSF രൂപീകരിച്ച് തന്ന ബഹുമാനപ്പെട്ട അന്നത്തെ ബണ്ട്വാൾ താലൂക്ക് പ്രസിഡന്റും കൂടിയായ ബഹുമാനപ്പെട്ട സുന്നി ഫൈസി ഉസ്താദ് അവരുകളെ 2 വാക്ക് പറയാൻ ആദരവോടെ ക്ഷണിക്കുന്നു. ഇവിടെ കൂടിയ എല്ലാവർക്കും ബാക്കിയുള്ള വിട്ടുപോയ ആളുകൾക്കൊക്കെ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ സുലൈമാൻ മദനി ലൈവ് നമുക്ക് എല്ലാ നിലക്കും ഇന്നലെയും സഹകരിച്ച സുലൈമാൻ മദനി ഉസ്താദ്, അതുപോലെ ഉമർ ബാക്കിമാർ അടക്കമുള്ള എല്ലാവർക്കും വിട്ടുപോയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് 2 വാക്ക് പറയാൻ സുന്നി ഫൈസി ഉസ്താദ് അവരുകളെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബഹുമാനപ്പെട്ട നമ്മളുടെ ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മളുടെ കർണാടക ജമിയത്തുൽ ഉലമ മുഷാവറ മെമ്പറായ എൻ്റെ സുഹൃത്തും പട്ടിക്കാട് ഒന്നിച്ച് ഞങ്ങൾ പഠിച്ച എൻ്റെ സുഹൃത്തും ശരീക്കുമായ വാലമുണ്ട ഉസ്താദ് അവറുകളെ, അപ്രകാരം തന്നെ ഈ സദസ്സിലുള്ള ബൈരിക്കട്ട കത്തീബും നല്ല പ്രാപ്തനായ ഉസ്താദ് അവറുകളെ, സലീം മദനി അവറുകൾ, സലീം ബൈരിക്കട്ട, അപ്രകാരം തന്നെ അബ്ദുൽ ഹമീദ് ഉമർച്ച തുടങ്ങിയ സ്റ്റേജിലുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ നല്ല കർമ്മധനായ SYസും കർണാടക മുസ്ലിം ജമാഅത്തും SYസും SSFിൻ്റെയും എല്ലാ മെമ്പർമാരെ, ഉമ്മപ്പങ്ങന്മാരെ മഹത്തായ പരിപാടി നല്ല നിലക്ക് ആക്കണമെന്ന് ഈ നാട്ടുകാർക്ക് അഭിപ്രായമുണ്ടായിരുന്നു. 40-40ഓളം കൊല്ലങ്ങളായി SSF ഇവിടെ രൂപീകരണം വന്നിട്ട് അതിന് ശേഷം മറ്റുള്ള സംഘടനകളും അങ്ങനെ ഖലീലാജിൻ്റെ നേതൃത്വത്തിൽ ഓഫീസ് വന്ന് 26 കൊല്ലമായി പറഞ്ഞു. അപ്രകാരം തന്നെ സലാത്തുകൾ മാസത്തിലൊരിക്കൽ നടക്കുകയാണ്. അങ്ങനെ എല്ലാം ഒത്തുവരുന്ന നല്ലൊരു നാടാണ് ബൈരിക്കട്ട്. ഞാനും തന്നെ 15 കൊല്ലമായി ബൈരിക്കട്ടക്ക് റമളാനൊരു ഉറുദിക്കും കൂടി വരുന്നു. എൻ്റെ പെറുവായി നോക്കിയാൽ, ഈടെ ബൈരിക്കട്ട നോക്കിയാൽ പെറുവായി കാണുന്നു അക്കരെ. അങ്ങനെ വളരെ ബന്ധമുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ നല്ലൊരു നാടാണ് ഈ നാട്ടുകാർ എല്ലാം. സൈം ബൈരിക്കട്ടൻ്റെ വാപ്പ വലിയ ഉസ്താദും വലിയ പണ്ഡിതനാണ്. അവരെ നമ്മളെ അള്ളാഹു സ്വർഗത്തിൽ പെടുത്തുമാരാകട്ടെ. ആ ഉസ്താദിൻ്റെ മകൻ പറഞ്ഞ പോലെ ഈ ബൈരിക്കട്ടയിൽ വളരെ യോജിപ്പും ഐക്യമുണ്ട്. സമസ്തക്കല്ല ജമിയത്തുൽ ഉലമയുടെ മദ്രസ, 2 സമസ്തൻ്റെ മദ്രസകളും ഇവിടെ സുന്നി വിദ്യാഭ്യാസ ബോർഡും ഉണ്ട്, സമസ്തൻ്റെ ഉണ്ട്. അങ്ങനെ ഐക്യമുള്ള നല്ലൊരു മഹല്ലാണ് ഈ ബൈരിക്കട്ട. അപ്പോൾ ബേക്കൽ ഉസ്താദ് ഇത്തിരി വന്നിരുന്നു, വലിയ വലിയ ആളുകളെല്ലാം ഇവിടെ വന്നു, വായർത്തങ്ങ വന്നു, മുന്നേക്ക് പേരോട് ഉസ്താദായിരുന്നു, എല്ലാം നടന്നു. ഇപ്പോൾ 29-ാം തീയതി നടക്കുന്ന പരിപാടി മഴ വന്ന് എന്നൊരു ബേജാറ് സംഗതിയല്ല, ഖൈറിന് വേണ്ടി ആയിരിക്കാം. ഇത്രയെങ്കിലും നടക്കും അല്ലെങ്കിൽ നടക്കൂല എന്ന് ഞാൻ സ്വയം ബൈരിക്കട്ടെ പോലും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉസ്താദ് നടക്കും, സുന്നി പൈസി വന്നിട്ടേ വേണം. അങ്ങനെ ഞാൻ ബായാർപ്പത ഒന്ന് രക്ഷ പിടിച്ചിട്ട് ഈ പരിപാടി എങ്ങനെയെങ്കിലും വരണം, കാണണം മക്കളെല്ലാം ഒന്ന് വന്നതാണ്. അൽഹംദുലില്ലാ വാലമുണ്ട് ഉസ്താദ് കിട്ടി ദ്വാ. ഇനി മഹാനായ നമ്മളുടെ കർണാടകയിൽ ആദ്യം കടന്നു വന്ന ബണ്ണൂരിലേക്ക് കടന്നു വന്ന മഹാനായ ഷെയ്ഖുനെയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഞാൻ ബണ്ണൂർ ആദ്യം വന്ന ചെല്ലി, ഞാൻ ആദ്യം കടന്നത് ബണ്ണൂർക്ക്. ആ ഉസ്താദാണ് നമ്മളിവിടെ വരുന്നു. നമുക്ക് വേണ്ടിയ പോലെ ഓരോ നിർദ്ദേശം ഇങ്ങനെ 2 ಗಂಟೆ മാത്താടಬೇಕು, 2 മണിക്കൂർ സംസാരിക്കണം. അള്ളാനെ കല്ലാ. അങ്ങനെ ഇൻഷാ അല്ലാ വരൂ, നമുക്ക് സംസാരിച്ചു തരൂ, ഉസ്താദിൻ്റെ പൊരുത്തമെടുക്കാം. ഉസ്താദിൻ്റെ പോലത്തെ ഒരു പണ്ഡിതനെ അടുത്ത കാലഘട്ടത്തിൽ കാണാൻ സാധ്യമല്ല. മത് പറയാൻ സുന്നി പൈസയ്ക്ക് ഒത്തിരിയുണ്ട്. ഞാൻ കണ്ട ബണ്ണൂരിൽ നിന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഒരു വ്യത്യാസമില്ലാതെ, ഒരു കൂറ്റിക്ക് ചേഞ്ചില്ലാതെ പ്രസംഗിക്കുന്ന ഒരു പണ്ഡിതനാണ് പേരോട് ഉസ്താദിന് അള്ളാഹു നീണ്ട ആയുസ്സും ആഫിയത്ത് നൽകട്ടെ, നല്ല പ്രസംഗിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്രകാരം തന്നെ നമ്മുടെ മഹത്തായ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് അബൂബക്കർ ഹാജി, അബ്രാഹിം ഖലീൽ ഹാജി, വലിയ വലിയ തലമുറയുള്ള നല്ല നേതാക്കന്മാരുള്ള നല്ല നാട്ടുകാർ, വയസ്സന്മാർ, ബാല്യക്കാർ, കുടുംബങ്ങളും എല്ലാം എൻ്റെ ബന്ധുക്കളും ഉണ്ട്. വക്കീൽ
അടക്കം എല്ലാം അൽഹംദുലില്ലാഹ് ബർക്കത്ത് നൽകട്ടെ, സന്തോഷമാകട്ടെ. വാലമുണ്ട് ഉസ്താദിൻ്റെ ഉദ്ഘാടനം പേരോട് ഉസ്താദ് വരുന്നവരെ നടക്കുമെന്ന് സലീം പറഞ്ഞു. ഞാൻ സംസാരിച്ച ആശംസകൾ മാത്രം. ഇത്തിരി നിങ്ങൾ ആക്കിയല്ല, വിട്ടുപോകണ്ട, പേടിക്കണ്ട. ഇനി ഇൻഷാ അല്ലാഹ് സുൽത്താൻ ഉലമ വരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പേടിക്കണ്ട, വരും. സംഗതിയല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് നാരായം മിണ്ടുന്നില്ല. നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മളെ എസ് എന്നാൽ സുന്നി അല്ലേ? സലീം ഭരിക്കട്ടെ സുന്നി, സലീം മദനി എല്ലാം എസിൻ്റെ ആളുകൾ ഒരിക്കലും തോക്കുന്നേയില്ല. നിങ്ങൾ തോക്കുന്നേയില്ല, പേടിക്കണ്ട മക്കളെ. അള്ളാഹു കൈവിടുകയില്ല. ഭരിക്കട്ടെ. ഈ കർണാടകയിൽ വളരെ തല ഉയർത്തി നിൽക്കുന്ന ഒരു SSF പറയാൻ എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ വണ്ണൂരിൽ 87 ജാമ്യ ന്യൂയാന്ന് പാസ്സായി വന്ന് മിത്തൂറിൽ മിത്തൂറാക്കി ദർസ് 26 മുത്താലിമ ദർസ് നടത്തിയ സമയത്ത് ഞാൻ പ്രഥമ ക്ഷണം വന്ന് ഈ ബൈരിക്കട്ടൊക്കെ വന്ന് ഇവിടെ SSF ജിന്ദാബാദ് അൽഹംദുലില്ലാഹ് ഉപീരിച്ചു. അവർ പറഞ്ഞു നല്ല നിലക്ക് അതിനെ അവർ കൊണ്ടുപോയി രൂപീകരിക്കുന്നതല്ല പ്രശ്നം, അതിനെ കൊണ്ടുപോകുന്നു. അങ്ങനെ നല്ലവരായതുകൊണ്ട് ഇതുവരെ അവർ എത്തിച്ചു. എനും നല്ലൊരു വാർഷികം എനും കൊണ്ടു നടത്താൻ തൗഫീഖ് നൽകട്ടെ, സന്തോഷമാകട്ടെ, അള്ളാഹു ഖൈറിലാകട്ടെ. അള്ളാഹുവിൻ്റെ ദീന് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ മുസ്തഖീമായ മാർഗയിൽ ഞങ്ങളെ ചെയ്യിക്കണേ, തീർക്കണേ തമ്പുരാനെ. അതാണ് സുന്നത്ത് ജമാഅത്ത്, അതാണ് SYS, അതാണ് മുസ്ലിം ജമാഅത്ത്, അതാണ് SSF. അതുകൊണ്ട് നല്ല നിലക്ക് നിങ്ങളെല്ലാം സുന്നികളാണ്. നല്ല നിലയ്ക്ക് നാട്ടിനെയും മഹല്ലിനെയും ജമാഅത്തിനെയും എല്ലാം ഒറ്റക്കെട്ടായി കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ ദീനെ ശക്തിയാക്കാൻ തൗഫീഖ് നൽകട്ടെ, സന്തോഷമാകട്ടെ. സുൽത്താൻ ഉലമക്ക് നീണ്ട ആയുസ് നൽകുമാറാകട്ടെ. മഹാനായ കൂറത്തങ്ങൾ ഖദ്ദസുല്ലാഹു മുന്നേ വന്നിരുന്നു. തങ്ങളോട് കൂടെ നമ്മളല്ലാഹു സ്വർഗത്തിൽപ്പെടുത്തട്ടെ, താജുലുമയോട് സ്വർഗത്തിൽപ്പെടുത്തട്ടെ. ശംസുലുമ EK ഉസ്താദ്, കണ്യത്ത് ഉസ്താദ്, അവരോടുകൂടി അള്ളാഹു നമ്മളെ സ്വർഗത്തിൽപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. 2 സമസ്തന നേതാക്കന്മാരെ യോജിപ്പിലും ഐക്യത്തിലും ആക്കി തരുമാറാകട്ടെ എന്ന് എല്ലാവർക്കും, നാട്ടുകാർക്കും കൂടി ഉമ്മപ്പെങ്ങന്മാർക്കും ഒത്തിരി നിങ്ങൾ അധ്വാനിച്ച്, എനിക്കറിയാം. ഇന്നലെ കൂറത്തങ്ങളുടെ മകൻ വന്നു. എല്ലാം അധ്വാനിച്ചവരാണ്. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. സുന്നി വൈസിൻ്റെ മറക്കുകയില്ല. ബൈരിക്കട്ട ഒരിക്കലും തോൽക്കുകയില്ല, പരാജയപ്പെടുകയില്ല. മുന്നേക്ക് തന്നെ ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ നാടും പെറുവായും ഉഷാറാകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കുറേ മെമ്പേഴ്സ് മേങ്ങിയവർ കാസിഫ്, സിദ്ദീഖ് സക്കാഫി, അസീദ് അടക്കം ഹാരിസ് ഇമാം എല്ലാം പെറുവായക്കാരാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മൾ ഹമീദ് ഹാജി, നമ്മളെ ടിപ്പിൻ്റെ നേതാവും, ഉമർ SY പ്രസിഡന്റും, നാട്ടുകാരുടെ സദസ്യരോട് നമ്മളെ സക്കാഫി ഉസ്താദ് നല്ല സുന്നി പ്രവർത്തകരാണ്, മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് ഉസ്താദ്മാർക്കും പറഞ്ഞ് നിർത്തുന്നു. എനിക്ക് നിങ്ങൾ ദ്വാരക്കണം. എനിക്ക് മുന്നത്തെ വല്ല ആഫിയത്ത് ഹാർട്ട് ഓപ്പറേഷൻ അറിയുമല്ലോ. നിങ്ങൾ എനിക്ക് ദ്വാരക്കണം, നിങ്ങൾക്ക് ഞാൻ ദ്വാരക്കും. എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി പേരോട് ഉസ്താദ് വന്ന് എല്ലാം കഴിഞ്ഞതോടെ നിങ്ങൾ ഇരുന്ന് എല്ലാം സന്തോഷമായി പോകണമെന്ന് ഞാനൊരു നാട്ടുകാരൻ നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവരും അഭിവാദ്യങ്ങളും ആവശ്യങ്ങളും പറഞ്ഞു നിർത്തുന്നു. അള്ളാഹു ഇനിയും വീണ്ടും കാണാൻ തൗഫീഖ് നൽകട്ടെ, സന്തോഷത്തിലാക്കട്ടെ എന്നും പറഞ്ഞു നിർത്തുന്നു. എൻ്റെ വാക്കുകളിൽ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്നും ദ്വാരക്കണമെന്നും എന്ന് പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്താജുൽ ഹജ്ജ് ശനിയാഴ്ച കൊണ്ടാടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്ക മദീന മക്ക ഹജ്ജാജികൾ അവരുടെ ഹജ്ജിന് തൗഫീഖ് നൽകട്ടെ, സന്തോഷമാക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.